അപ്പോൾ പുതിയൊരു കഥയുമായി ഞാൻ പിന്നെയും വന്നിരിക്കുകയാണ്. നിങ്ങൾ എൻ്റെ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും ചെയ്യുക. നിങ്ങൾ ആരുടെ കൂടെയായിരുന്നു ഇന്ന്? ചോദിക്കുമ്പോൾ ദിവ്യയുടെ മുഖം ഇരുണ്ട് കയറി വരുന്നുണ്ടായിരുന്നു. ആനന്ദ് തനിക്കെതിരെ നിൽക്കുന്നവളെ കണ്ണുകൾ ചിമ്മാതെ നോക്കി നിന്നു പോയി. ഇങ്ങനൊരു ഭാവത്തിൽ ഇന്നേ വരെ അവൻ ദിവ്യയെ കണ്ടിട്ടില്ല. സാധാരണ ഇങ്ങനെയുള്ള ചോദ്യവും പറച്ചിലും ഒന്നും ദിവ്യയ്ക്ക് ഇല്ലാത്തതാണ്. ആനന്ദിൻ്റെയും ദിവ്യയുടെയും വിവാഹം കഴിഞ്ഞിട്ട് ഏകദേശം 4 കൊല്ലമായി. ആനന്ദിനെ സംബന്ധിച്ച് അവൻ ഒട്ടും താല്പര്യമില്ലാത്ത ഒരു വിവാഹമായിരുന്നു അത്. കോളേജിൽ പഠിക്കുന്ന കാലം തൊട്ടേ ആനന്ദിനൊരു ഇഷ്ടമുണ്ട്. ചെറിയ ഇഷ്ടം എന്നൊക്കെ പറഞ്ഞാൽ കുറഞ്ഞു പോവും. അത്രയും ആനന്ദിന് പ്രിയപ്പെട്ടവളായിരുന്നു അവൻ്റെ ദിയ. ആ കോളേജിലുള്ള എല്ലാവർക്കും അവർ തമ്മിൽ പ്രണയത്തിലാണെന്ന് നന്നായിട്ട് അറിയാമായിരുന്നു. ദിയയെ കൈവെള്ളയിലായിരുന്നു ആനന്ദ് കൊണ്ടു നടന്നിരുന്നത്. കുറച്ചൊരു സാമ്പത്തിക സ്ഥിതി പിന്നോക്കമുള്ള കുടുംബത്തിൽ നിന്നായിരുന്നു ദിയ വന്നിരുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും കോളേജ് ഫീസ് അടക്കാൻ പോലും ദിയക്ക് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ആനന്ദിൻ്റെ സ്ഥിതി മറിച്ചായിരുന്നു. വായിൽ സ്വർണ്ണക്കരണ്ടിയുമായി ജനിച്ചവനായിരുന്നു ആനന്ദ്. അതുകൊണ്ട് തന്നെ ദിവ്യയുടെ ഫീസും മറ്റു കാര്യങ്ങളുമെല്ലാം ആനന്ദ് തന്നെയാണ് ഏറ്റെടുത്ത് നടത്തിയത്. അവന് അമ്മ മാത്രമേ ഉള്ളൂ. ആനന്ദിൻ്റെ ചെറുപ്പത്തിലേ മരിച്ചതാണ് അച്ഛൻ. പക്ഷേ സകല സുഖ സൗകര്യങ്ങളും ആനന്ദിന് വേണ്ടി ഒരുക്കി കൊടുത്തിട്ടായിരുന്നു അദ്ദേഹം ഇഹലോകവാസം വെടിഞ്ഞത്. ചെറുപ്പത്തിലെ അച്ഛൻ നഷ്ടപ്പെട്ട കുട്ടിയായതുകൊണ്ട് തന്നെ ആനന്ദിനെ വളരെയധികം ലാളിച്ച് തന്നെയാണ് അമ്മ നോക്കി വളർത്തിയത്. അതുകൊണ്ട് തന്നെ ദിയയുടെ കാര്യമൊന്നും അവരിൽ നിന്നും മറച്ചു വെക്കാൻ ആനന്ദ് തയ്യാറല്ലായിരുന്നു. ഒരിക്കൽ ദിയയെയും കൊണ്ട് ആനന്ദ് തറവാട്ടിലേക്ക് വന്നു. പക്ഷെ ചിറ്റയടത്ത് സാവിത്രിക്ക്, അതായത് ആനന്ദിൻ്റെ അമ്മക്ക്, ദിയയെ ആദ്യത്തെ കൂടിക്കാഴ്ചയിൽ തന്നെ ഒട്ടും കണ്ണിൽ പിടിച്ചില്ല. പക്ഷെ അവർ അത് ആനന്ദിനോട് തുറന്നു പറഞ്ഞില്ല. കാരണം അവൻ എത്രമാത്രം ആ പെൺകുട്ടിയെ സ്നേഹിക്കുന്നു എന്ന് അവർക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. മകൻ്റെ മനസ്സ് വേദനിക്കാതിരിക്കാൻ ആ അമ്മ തൻ്റെ ഉള്ളിലെ ഇഷ്ടക്കേട് പുറത്ത് കാണിച്ചില്ല. കോഴ്സ് അവസാനിക്കാറായ ഒരു ദിവസം പതിവ് പോലെ കോളേജ് ക്യാമ്പസിലെ ആൽത്തറയിൽ ഒപ്പം ഇരിക്കുമ്പോഴാണ് ആനന്ദ് ആ വിഷയം ദിയയോട് അവതരിപ്പിച്ചത്. ദിയ, നമ്മുടെ കോഴ്സ് ഇനി കഴിയാറായി. ഇനി അധികം വൈകിക്കേണ്ട. ഈ ആഴ്ച തന്നെ ഞാൻ നിൻ്റെ വീട്ടിലേക്ക് വന്ന് അച്ഛനോടും അമ്മയോടും നമ്മുടെ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാം. എന്താ നിൻ്റെ അഭിപ്രായം? ആനന്ദിൻ്റെ വാക്കുകൾ കേട്ടതും ദിയയുടെ മുഖത്ത് ഒരു കുസൃതി ചെറിയും പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷവും മിന്നിമറഞ്ഞു. ആനന്ദിൻ്റെ കൈകളിൽ അമർത്തി പിടിച്ച് അവൾ പറഞ്ഞു, സത്യമായിട്ടാണോ ആനന്ദ്? എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എത്രയോ കാലമായി ഞാൻ ആഗ്രഹിക്കുന്ന നിമിഷമാണിത്. എന്നാൽ ആ സന്തോഷത്തിന് മിനിറ്റുകളുടെ ആയുസേ ഉണ്ടായിരുന്നുള്ളൂ. പെട്ടെന്നാണ് ദിയയുടെ ഭാവം മാറിയത്. എന്തോ ചിന്തയിൽ മുഴുകിയതുപോലെ അവൾ ആനന്ദിൻ്റെ കൈകളിൽ നിന്നുള്ള പിടി അയച്ചു. ദൂരേക്ക് നോക്കി നിന്ന് അവൾ മെല്ലെ പറഞ്ഞു, അല്ലെങ്കിൽ വേണ്ട ആനന്ദ്, ഇപ്പോൾ വേണ്ട. കോഴ്സ് മുഴുവൻ തീർന്ന് എക്സാം റിസൾട്ടൊക്കെ വന്നതിന് ശേഷം നമുക്ക് വീട്ടിൽ സംസാരിക്കാം. അതിനു മുമ്പ് വേണ്ട. അതെന്താ ദിയ നീ അങ്ങനെ പറയുന്നത്? മുമ്പ് ചോദിച്ചപ്പോഴൊക്കെ പഠനം കഴിയട്ടെ എന്ന് നീ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ കാത്തിരുന്നത്. ഇനി വെറുതെ വൈകിക്കുന്നത് എന്തിനാ? ആനന്ദിന് അവളുടെ ഈ പെട്ടെന്നുള്ള മാറ്റം ഒട്ടും മനസ്സിലായില്ല. അതല്ല ആനന്ദ്, എൻ്റെ വീട്ടിലെ സാഹചര്യം നിനക്കറിയാലോ. എനിക്കൊരു ജോലി ആവുകയോ അല്ലെങ്കിൽ റിസൾട്ട് വരികയോ ചെയ്തിട്ട് പറയുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അതുകൊണ്ടാണ്. പ്ലീസ്, ഇപ്പോൾ നീ എൻ്റെ വീട്ടിലേക്ക് വരണ്ട. ദിയ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. അവളുടെ വാശിക്ക് മുന്നിൽ ആനന്ദിന് വഴങ്ങേണ്ടി വന്നു. എന്നാൽ ദിയയുടെ ആ പെട്ടെന്നുള്ള ഭാവമാറ്റവും ആ കണ്ണുകളിലെ എന്തോ അജ്ഞാതമായ ഭയവും ആനന്ദിൽ ഒരു ചെറിയ സംശയം ബാക്കി വെച്ചു. കോളേജ് ജീവിതം അവസാനിച്ചതോടെ ആനന്ദിൻ്റെയും ദിയയുടെയും ബന്ധത്തിൽ മാറ്റം വന്നു തുടങ്ങി. ദിവസവും പരസ്പരം കാണാനും സംസാരിക്കാനും ഉണ്ടായിരുന്ന ആൽത്തറയും ക്യാമ്പസും അവർക്ക് അന്യമായി. ഇനി വീട്ടുകാരുടെ സമ്മതത്തോടെ ഒന്നാകണമെന്ന ആഗ്രഹത്തിൽ രണ്ടുപേരും സ്വന്തം വീടുകളിലേക്ക് മടങ്ങി. എന്നാൽ ആ വേർപിരിയൽ ആനന്ദിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നരകയാതനയുടെ തുടക്കമായിരുന്നു. വീട്ടിലെത്തിയ ആദ്യ ദിവസങ്ങളിൽ എപ്പോഴും ഫോൺ എടുത്തിരുന്ന ദിയ പിന്നീട് പതുക്കെ പതുക്കെ ആനന്ദിൽ നിന്നും തീർത്തും ഒഴിഞ്ഞു മാറാൻ തുടങ്ങി. ദിവസത്തിൽ 10ഉം 20ഉം തവണ ആനന്ദ് അവളുടെ നമ്പറിലേക്ക് വിളിക്കും. ഫോൺ ബെല്ലടിച്ച് ഓഫാവും, അല്ലെങ്കിൽ കട്ട് ചെയ്യപ്പെടും. സന്ദേശങ്ങൾക്കൊന്നും മറുപടിയുമില്ല. ദിവസങ്ങൾ ആഴ്ചകൾക്ക് വഴിമാറിയപ്പോൾ ആനന്ദിൻ്റെ ഉള്ളിലെ ആകുലത ഭയമായി മാറി. അവൻ ഉറക്കവും ആഹാരവും ഉപേക്ഷിക്കേണ്ടി വന്നു. എന്താണ് ദിയക്ക് സംഭവിച്ചത്? വീട്ടിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ? അതോ പെട്ടെന്ന് എന്നോടുള്ള ഇഷ്ടം കുറഞ്ഞതാണോ? രാത്രികളിൽ മുറിയിലെ വെളിച്ചമണച്ച് മേൽക്കൂരയിലേക്ക് നോക്കി കിടക്കുമ്പോൾ അവൻ്റെ മനസ്സ് തകർന്നു പോവുകയായിരുന്നു. നെഞ്ചിൽ ആഴത്തിൽ എന്തോ മുള്ളു തറക്കുന്നത് പോലെ ഒരു വേദന.
സാവിത്രി ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും വ്യക്തമായ മറുപടി നൽകാൻ അവന് കഴിഞ്ഞില്ല. ഒരു ഭ്രാന്തനെ പോലെ അവൻ ഫോണും കയ്യിൽ പിടിച്ച് അവളുടെ വിളിക്കായി കാത്തിരുന്നു. തൻ്റെ പ്രാണനായവൾ പെട്ടെന്ന് അപരിചിതയെ പോലെ അകന്നു മാറുമ്പോൾ അനുഭവപ്പെടുന്ന ആ മാനസികാവസ്ഥ ആനന്ദിനെ ആകെ തളർത്തി കളഞ്ഞു. ഒടുവിൽ സഹികെട്ട് കലിപൂണ്ട മനസ്സോടെ ആനന്ദ് ദിയയെ എങ്ങനെയൊക്കെയോ ബന്ധപ്പെട്ട് ദേഷ്യത്തോടെ സംസാരിച്ചു. ഉള്ളിലെ സങ്കടവും ദേഷ്യവും നിയന്ത്രിക്കാൻ കഴിയാതെ അവൻ അവളോട് ആക്രോശിച്ചു. ദിയ, നീ എന്തീ കളിപ്പിക്കുകയാണോ എന്നെ? എന്താണ് നിന്റെ മനസ്സിൻ്റെ ഉള്ളിൽ? കോളേജ് കഴിഞ്ഞാൽ എന്നെ പൂർണ്ണമായി ഒഴിവാക്കുക എന്ന് വിചാരിച്ചോ? എൻ്റെ കോളുകൾ എടുക്കാതിരിക്കാൻ മാത്രം ഞാൻ നിന്നോട് എന്ത് തെറ്റാ ചെയ്തത്? ഉത്തരം പറ ദിയ, എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു. മറുതലക്കൽ നിന്ന് ഉയർന്നത് ദിയയുടെ വിങ്ങിപ്പൊട്ടിയുള്ള കരച്ചിലായിരുന്നു. ആ കരച്ചിൽ ആനന്ദിൻ്റെ ദേഷ്യത്തെ ഒന്ന് തണുപ്പിച്ചെങ്കിലും അവളുടെ അടുത്ത വാക്കുകൾ അവൻ്റെ തലച്ചോറിലേക്ക് പ്രഹരമായി വന്നു പതിച്ചു. ആനന്ദ്, എന്നെ വെറുക്കരുത് പ്ലീസ്. എനിക്ക് വേറെ വഴിയില്ലാത്തത് കൊണ്ടാണ് ഞാൻ നിൻ്റെ ഫോൺ എടുക്കാതിരുന്നത്. അവൾ വിതുമ്പി. നീ എന്തൊക്കെയായി പറയുന്നത്? മനസ്സിലാവുന്ന ഭാഷയിൽ കാര്യം പറ. ആനന്ദ് ശബ്ദമുയർത്തി. എൻ്റെ അച്ഛന് നമ്മൾ തമ്മിലുള്ള വിവാഹത്തിന് ഒട്ടും സമ്മതമല്ല ആനന്ദ്. ദിയ കരച്ചിലിനിടയിലൂടെ പറഞ്ഞു നിർത്തി. സമ്മതമല്ലെന്നോ? എന്തുകൊണ്ട്? കാരണം എന്തായാലും ഞാൻ അച്ഛനോട് സംസാരിക്കാം. നമ്മൾ തമ്മിലുള്ള സ്നേഹം, അതിന് അച്ഛൻ സമ്മതിക്കില്ല ആനന്ദ്. അവൾ അവൻ്റെ വാക്കുകൾ തടസ്സപ്പെടുത്തി. അച്ഛൻ എനിക്ക് വേറൊരു വിവാഹം ഉറപ്പിച്ചു കഴിഞ്ഞു. കുടുംബത്തിൻ്റെ അന്തസ്സും ബന്ധുക്കളുടെ വാക്കും കാക്കാൻ അച്ഛൻ എടുത്ത തീരുമാനമാണിത്. ഞാൻ നിന്നെ അല്ലാതെ വേറെ ആരെയും കല്യാണം കഴിക്കില്ലെന്ന് അച്ഛൻ്റെ മുമ്പിൽ കരഞ്ഞു പറഞ്ഞു. പക്ഷേ ദിയ, ആനന്ദിൻ്റെ നെഞ്ച് അതിവേഗം ഇടിച്ചു. പക്ഷേ അച്ഛൻ എൻ്റെ കാലു പിടിച്ച് കരഞ്ഞു ആനന്ദ്. ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചില്ലെങ്കിൽ നിൻ്റെ കൂടെ ഇറങ്ങിപ്പോയാൽ അച്ഛൻ ജീവനോടെ ഉണ്ടാവില്ലെന്ന്, അച്ഛൻ ചത്തു കളയുമെന്ന്. അച്ഛൻ്റെ നെഞ്ചിൽ ചവിട്ടി വരാൻ എനിക്ക് കഴിയില്ല ആനന്ദ്. പ്ലീസ് എന്നെ മറന്നേക്ക്. നമ്മൾ തമ്മിലുള്ള ബന്ധം ഇവിടെ അവസാനിച്ചു. ആ വാക്കുകൾ കേട്ട് ആനന്ദ് തരിച്ചു നിന്നുപോയി. കയ്യിലെ ഫോൺ നിലത്ത് വീണ് തകർന്നു. താൻ ആഗ്രഹിച്ച പ്രണയവും പ്രതീക്ഷിച്ച ഭാവി ജീവിതവും ഒറ്റ നിമിഷം കൊണ്ട് തവിടുപൊടിയായിരിക്കുന്നു. സ്വന്തം അച്ഛൻ്റെ ജീവൻ വെച്ച് ദിയയെ തടഞ്ഞു നിർത്തിയ ആ സാഹചര്യത്തിന് മുന്നിൽ തനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് അവൻ തിരിച്ചറിഞ്ഞു. അതിനുശേഷമുള്ള ദിവസങ്ങളിൽ ആനന്ദ് ജീവച്ഛവമായി മാറി. പ്രണയം തകർന്ന ആ വലിയ മുറിവ് അവനെ പൂർണ്ണമായും മാറ്റിമറിച്ചു. ഡിപ്രഷനിലേക്കുള്ളൊരു ചുവടുവെപ്പിലായിരുന്നു ആനന്ദ്. മകൻ്റെ അവസ്ഥ കാണാൻ കഴിയാതെയാണ് അമ്മ സാവിത്രി സ്വന്തം ഇഷ്ടപ്രകാരമാണ് ദിവ്യയുമായുള്ള ആനന്ദിൻ്റെ വിവാഹം നടത്തിക്കുന്നത്. തനിക്ക് ഒട്ടും താല്പര്യമില്ലാതെ കഴിച്ച ആ വിവാഹത്തിന് ശേഷം വർഷങ്ങൾ കടന്നുപോയി. ഇതുവരെ ദിവ്യയോട് ഒരടുപ്പവും കാണിക്കാനോ അവൾക്കൊരു നല്ല ഭർത്താവാകാനോ ആനന്ദിന് കഴിഞ്ഞിരുന്നില്ല. ഉള്ളിൽ ദൈവം ഉണ്ടാക്കിയ മുറിവ് ഇപ്പോഴും ഉണങ്ങാതെ കിടപ്പുണ്ടായിരുന്നു. ദിവ്യ തൻ്റെ കർമ്മങ്ങൾ മാത്രം ചെയ്യുന്ന, ആരോടും ഒന്നും പരാതി പറയാത്ത ഒരു ഭാര്യയായി ആ വീട്ടിൽ ജീവിച്ചു. എന്നാൽ ഇന്ന് വർഷങ്ങൾക്ക് ശേഷം ദിവ്യയുടെ നാവിൽ നിന്ന് ഉയർന്ന ആ ചോദ്യവും അതിന് പിന്നാലെ ഇരുണ്ടുകൂടിയ അവളുടെ മുഖവും കണ്ടപ്പോൾ ആനന്ദ് അത്ഭുതപ്പെട്ടുപോയി. ഇന്നുവരെ ഒരു കാര്യത്തിലും തന്നോട് എതിർത്ത് സംസാരിക്കാത്ത, ചോദ്യങ്ങൾ ചോദിക്കാത്ത ദിവ്യയുടെ കണ്ണുകളിൽ അത്രയും കാലം ഒളിപ്പിച്ചു വെച്ച എന്തോ വലിയ ദേഷ്യവും സങ്കടവും ഇരമ്പി മറിക്കുന്നത് അവൻ കണ്ടു. അത്രയും കാലം താൻ അവഗണിച്ച, താൻ സ്നേഹം നൽകാത്ത ഭാര്യ തനിക്കെതിരെ ചോദ്യശരങ്ങളുമായി നിൽക്കുമ്പോൾ ആനന്ദ് ഉത്തരമില്ലാതെ അവളുടെ ആ ഭാവമാറ്റം കണ്ട് കണ്ണുകൾ ചിമ്മാതെ നോക്കിപ്പോയി. ദിവ്യയുടെ കണ്ണുകളിൽ ജ്വലിച്ചു നിന്ന ദേഷ്യത്തിനും ചോദ്യങ്ങൾക്കും മുമ്പിൽ ആനന്ദ് ഒരു നിമിഷം പകച്ചുപോയി. നിശബ്ദത മുറിയിൽ കനത്തു നിന്നു. താൻ പറയുന്ന ഏതുത്തരമാണ് അവളുടെ ഈ ഭാവത്തെ തണുപ്പിക്കുക എന്ന് അവനൊരു നിശ്ചയവും ഉണ്ടായിരുന്നില്ല. സത്യത്തിൽ ആനന്ദ് അന്ന് പോയത് ദിയയുടെ അടുത്തേക്ക് തന്നെയായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം പെട്ടെന്നൊരു നാളിലാണ് ദിയ ആനന്ദിനെ വീണ്ടും ഫോണിൽ വിളിക്കുന്നത്. കരഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞ കാര്യങ്ങൾ ആനന്ദിൻ്റെ മനസ്സിനെ ആകെ ഉലച്ചു കളഞ്ഞു. അച്ഛൻ്റെ വാശിക്ക് വഴങ്ങി മറ്റൊരു വിവാഹത്തിന് സമ്മതിച്ച ദിയയുടെ ജീവിതം നരകതുല്യമായിരുന്നു. ഭർത്താവിൻ്റെ പരസ്ത്രീ ബന്ധവും ക്രൂരതകളും സഹിക്കാനാവാതെ ഒടുവിൽ അവൾ ആ ബന്ധം വേർപ്പെടുത്തി. കയ്യിലൊരു പിഞ്ചുകുഞ്ഞുമായി ഒറ്റക്കായ നിമിഷത്തിലാണ് കുഞ്ഞിന് പെട്ടെന്ന് കഠിനമായ പനി പിടിപെട്ടത്. സഹായത്തിന് ചുറ്റും ആരുമില്ലെന്ന് ആകെ തളർന്നു പോയപ്പോഴാണ് അവസാനത്തെ ആശ്രയമെന്നോണം അവൾ ആനന്ദിനെ വിളിച്ചത്. കഴിഞ്ഞ കാലത്തെ സാഹചര്യങ്ങൾ കൊണ്ടാണ് ദിയ അന്ന് തന്നിൽ നിന്ന് അകന്നത് എന്നറിയാവുന്നത് കൊണ്ട് തന്നെ ആനന്ദിന് അവളോട് ഒട്ടും ദേഷ്യം തോന്നിയില്ല. ഒരു പഴയ സുഹൃത്തിനോട് കാണിക്കുന്ന എല്ലാ കരുതലോടെയും അവൻ അവളെ സഹായിച്ചു. കുഞ്ഞിനെ ആശുപത്രിയിലാക്കാനും ആവശ്യമായ സഹായങ്ങൾ ചെയ്യാനും അവൻ മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരുന്നു. ഇടയ്ക്കിടെ അവൾക്ക് തണലായി നിൽക്കുമ്പോഴും അത് കേവലം ഒരു സൗഹൃദത്തിനും മാനുഷിക പരിഗണനക്കും അപ്പുറത്തേക്ക് വളരാൻ ആനന്ദ് സമ്മതിച്ചിരുന്നില്ല. കാരണം ആ 4 വർഷങ്ങൾക്കിടയിൽ ആനന്ദിൻ്റെ ഉള്ളിൽ അറിയാതെ ഒരു മാറ്റം സംഭവിച്ചിരുന്നു. ആദ്യം വെറുമൊരു അപരിചിതനായി താൻ ആ വീട്ടുപടിക്കൽ കണ്ട ദിവ്യ പിന്നീട് തൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറുകയായിരുന്നു.
തൻ്റെ മൗനത്തെയും അവഗണനയെയും പരാതികളില്ലാതെ സഹിച്ചവൾ. ഒരു നല്ല ഭർത്താവാകാൻ താൻ പരിശ്രമിക്കാതിരുന്നിട്ടും സാവിത്രിയമ്മക്ക് നല്ലൊരു മകളായും തനിക്കൊരു നിഴലായും അവൾ കൂടെ നിന്നു. എപ്പോഴോ ആ നിശബ്ദമായ സ്നേഹത്തിന് മുന്നിൽ ആനന്ദിൻ്റെ മനസ്സ് കീഴടങ്ങിയിരുന്നു. ദിവ്യയില്ലാതെ ഒരു ജീവിതം ഇനി തനിക്ക് സാധ്യമല്ലെന്ന് അവൻ തിരിച്ചറിഞ്ഞു. പക്ഷെ ആ പ്രണയം അവളോട് തുറന്നു പറയാൻ അവൻ ഭയന്നു. നാളിതുവരെ അവളെ ഒന്ന് പരിഗണിക്കുക പോലും ചെയ്യാതെ താൻ പെട്ടെന്നൊരു നാൾ എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ ദിവ്യ അത് എങ്ങനെയായിരിക്കും എടുക്കുക? തൻ്റെ വാക്ക് അവൾ വിശ്വസിക്കുമോ? ആ ഒരു ഭയം മാത്രമായിരുന്നു അവനെ തടഞ്ഞു നിർത്തിയിരുന്നത്. ഇന്ന് ദിയയുടെ കുഞ്ഞിന് അസുഖം വീണ്ടും കൂടിയപ്പോൾ ആശുപത്രിയിലേക്ക് എത്തിയതായിരുന്നു അവൻ. എന്നാൽ താൻ ദിയയോടൊപ്പം ആശുപത്രിയിൽ നിൽക്കുന്നത് ആരോ കണ്ടുപിടിച്ച് ദിവ്യയെ അറിയിച്ചിരിക്കും. പറയൂ ആനന്ദ്, 4 കൊല്ലമായി ഞാൻ ചോദിക്കാത്ത ചോദ്യമാണിത്. എവിടെയായിരുന്നു നിങ്ങൾ ഈ സമയം അത്രയും? ദിവ്യയുടെ ശബ്ദത്തിൽ ഒരു തേങ്ങൽ ഒളിഞ്ഞു കിടപ്പുണ്ടായിരുന്നു. ആനന്ദ് ഒരു പടി മുന്നോട്ട് വെച്ചു. ദിവ്യ, നീ വിചാരിക്കുന്നത് പോലെയല്ല. പിന്നെ എങ്ങനെയാണ് ഞാൻ വിചാരിക്കേണ്ടത്? അവൾ അവനെ തടസ്സപ്പെടുത്തി. നിങ്ങളുടെ ദിയ, അവളുടെ കൂടെ ആയിരുന്നില്ലേ നിങ്ങൾ? എനിക്കറിയാം ആനന്ദ്, എന്നെ നിങ്ങൾക്ക് ഒരിക്കലും സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന്. പക്ഷെ എൻ്റെ ചോദ്യങ്ങൾക്കെങ്കിലും ഒരു ഉത്തരം തന്നൂടെ നിങ്ങൾക്ക്? ദിവ്യ പൊട്ടി കരഞ്ഞുപോയി. ദിവ്യയുടെ കണ്ണുകളിൽ നിന്നുതിർന്ന ഓരോ കണ്ണുനീർ തുള്ളിയും ആനന്ദിൻ്റെ ഹൃദയത്തിലേക്ക് തറച്ചു കയറുന്ന കൂരമ്പുകൾ പോലെയായിരുന്നു. വർഷങ്ങളായി ഉള്ളിലൊതുക്കിയ നോവ് മുഴുവൻ ആ കണ്ണീരിലൂടെ ഒഴുകിയിറങ്ങുകയായിരുന്നു. തന്നോട് ദേഷ്യപ്പെടുന്ന ദിവ്യേക്കാൾ തനിക്ക് മുന്നിൽ തകർന്ന തരിപ്പണമായി നിൽക്കുന്ന ദിവ്യയെ കാണുന്നത് അവൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. തൊണ്ടയിൽ കുടുങ്ങിയ വാക്കുകളോടെ അവൻ അവളെ അടുത്തേക്ക് ചെന്ന് ആശ്വസിപ്പിക്കാനാഞ്ഞു. എന്നാൽ അവൻ്റെ കൈകൾ തൻ്റെ തോളിൽ തൊടും മുമ്പേ വലിയൊരു ആഘാതമേറ്റതുപോലെ ദിവ്യ അവനെ പിറകിലേക്ക് തള്ളി മാറ്റി. തൊട്ടുപോകരുതെന്നെ! അവളുടെ ശബ്ദം ആ മുറിയിൽ മുഴങ്ങി കേട്ടു. അത് കേവലം ഒരു ദേഷ്യത്തിൻ്റെ നിലവിളിയായിരുന്നില്ല. വർഷങ്ങളോളം ഉള്ളിൽ പേറിയ സഹനത്തിൻ്റെ, അവഗണനയുടെ വലിയൊരു അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചതായിരുന്നു. ദിവ്യ ചുമരിലേക്ക് ചാടി നിന്ന് വിങ്ങിപ്പൊട്ടി. അവളുടെ മനസ്സ് ഭൂതകാലത്തിൻ്റെ ഏടുകളിലേക്ക് പാഞ്ഞു പോവുകയായിരുന്നു. ദിവ്യയുടെ നീർന്ന ഭൂതകാലം ആനന്ദിനെ ആദ്യമായി കണ്ട ആ ദിവസം ദിവ്യയുടെ ഓർമ്മകളിലേക്ക് ഓടിയെത്തി. അവൻ അറിയാതെ തന്നെ അവളുടെ ഉള്ളിൽ അവൻ തണൽ വിരിച്ച ഒരു വലിയ മരമായി വളർന്നിരുന്നു. ആ സ്നേഹം ആരും പഠിപ്പിച്ച് കൊടുത്തതായിരുന്നില്ല, ആരോടും ചോദിച്ചു വാങ്ങിയതുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സാവിത്രിയമ്മ തൻ്റെ വീട്ടിൽ വന്ന് ആനന്ദിനായി ചോദിച്ചപ്പോൾ, തന്നെ പെണ്ണ് അന്വേഷിച്ചപ്പോൾ ദിവ്യയുടെ ഉള്ളിൽ ആകാശത്തോളം സന്തോഷമായിരുന്നു തോന്നിയിരുന്നത്. താൻ ജീവന് തുല്യം പ്രണയിക്കുന്ന, സ്വപ്നം കാണുന്ന ആൾ തൻ്റെ ഭർത്താവായി വരുന്നു എന്നതിനേക്കാൾ വലിയൊരു ഭാഗ്യം വേറെന്ത് വേണം? വിവാഹ മണ്ഡപത്തിൽ വെച്ച് ആനന്ദ് തൻ്റെ കഴുത്തിലേക്ക് താലി ചാർത്തുമ്പോൾ അത് വെറും ഒരു ചടങ്ങായിരുന്നില്ല ദിവ്യക്ക്. അത്രമേൽ സമർപ്പണത്തോടെ സ്നേഹത്തോടെയാണ് അവൾ അവൻ്റെ മുന്നിൽ തലകുനിച്ചു കൊടുത്തത്. തൻ്റെ ജീവിതത്തിൻ്റെ സകലതും അവന് മുന്നിൽ അടിയറവ് വെച്ച നിമിഷം. എന്നാൽ ആ മനോഹരമായ സ്വപ്നങ്ങളുടെ ആയുസ് ആദ്യ രാത്രിയിൽ തന്നെ അവസാനിച്ചു. വിവാഹം കഴിഞ്ഞ് മുറിയിലേക്ക് കടന്നു വന്ന ആനന്ദിൻ്റെ കണ്ണുകളിൽ കണ്ടത് ഒരു ഭർത്താവിൻ്റെ സ്നേഹമോ ആഗ്രഹമോ ആയിരുന്നില്ല. മറിച്ച് തണുത്തുറഞ്ഞ ഒരു ശൂന്യതയും ഒരു വലിയ അകൽച്ചയുമായിരുന്നു. അന്നു മുതൽ ആ വീട്ടിൽ ദിവ്യ എന്ന പെൺകുട്ടി ഒരു നിഴൽ പോലെ ജീവിച്ചു തുടങ്ങി. ഒരു ദിവസം പോലും അവളോട് ചേർന്ന് നിന്ന് സൗഹൃദം പങ്കുവെക്കാൻ ആനന്ദ് തയ്യാറായില്ല. രാവിലെ എഴുന്നേറ്റ് ജോലിക്കിറങ്ങുന്ന, വൈകിട്ട് വന്ന് സ്വന്തം മുറിയിലേക്ക് ഒതുങ്ങുന്ന ഒരു അപരിചിതനെ പോലെ അവൻ ജീവിച്ചു. അവൾക്ക് എന്ത് ഇഷ്ടമാണ്, എന്ത് വിഷമമാണ് എന്നൊരിക്കൽ പോലും അവൻ ചോദിച്ചില്ല. താൻ ഉണ്ടാക്കി വെച്ച ഭക്ഷണം കഴിക്കുമ്പോഴോ അവന് വേറെന്തെങ്കിലും ആവശ്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോഴോ ഒരൊറ്റ വാക്കുപോലും അവൻ തിരിച്ച് സംസാരിച്ചിരുന്നില്ല. തൻ്റെ കൂട്ടുകാരികൾ ഭർത്താക്കന്മാരെ കുറിച്ച് പറയുമ്പോൾ അവർ തമ്മിലുള്ള കൊച്ചു കൊച്ചു പിണക്കങ്ങളും ഇണക്കങ്ങളും, ഒന്നിച്ച് യാത്ര പോയ വിശേഷങ്ങളും പങ്കുവെക്കുമ്പോൾ ദിവ്യ ഒരു കോണിൽ മൗനിയായി നിൽക്കുകയായിരുന്നു. അവരുടെ സന്തോഷങ്ങൾ കേൾക്കുമ്പോൾ ഉള്ളിലൊരു വലിയൊരു കടൽ ഇരമ്പി മറിയും. എങ്കിലും ദിവ്യ അത് പുറത്ത് കാണിക്കില്ല. എല്ലാവരും മുന്നിൽ ചിരിച്ചുകൊണ്ട് നിൽക്കും. ആനന്ദിൻ്റെ ഉള്ളിൽ ഉണങ്ങാത്തൊരു പ്രണയത്തിൻ്റെ മുറിവുണ്ടെന്ന് അവൾക്കറിയാമായിരുന്നു. കോളേജിൽ വെച്ച് ദേവിയുമായി അവൻ പുലർത്തിയ പ്രണയവും അതിനുശേഷം അവനുണ്ടായ ആഘാതവും സാവിത്രിയമ്മയിലൂടെ അവൾ അറിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവൾ അവൻ്റെ അവഗണനയെല്ലാം സഹിച്ചതും. ഏതെങ്കിലും ഒരു നാൾ അവൻ്റെ ഉള്ളിലെ ആ പഴയ മുറിവുണങ്ങും. എന്നെങ്കിലും അവൻ എന്നെ തിരിഞ്ഞു നോക്കും. എൻ്റെ ആത്മാർത്ഥമായ സ്നേഹം അവൻ തിരിച്ചറിയുന്ന ഒരു ദിവസം വരും. ഈ ഒറ്റ പ്രതീക്ഷയിലാണ് കഴിഞ്ഞ 4 വർഷവും ദിവ്യ ആ വീട്ടിൽ ഓരോ നിമിഷവും തള്ളി നീക്കിയത്. പരാതികളില്ലാതെ, കണ്ണീരാരോടും പറയാതെ സാവിത്രിയമ്മക്ക് നല്ലൊരു മകളായി, ആനന്ദിനൊരു തണലായി അവൾ കഴിച്ചുകൂട്ടി.
എന്നാൽ ഇന്ന് പ്രതീക്ഷകളെല്ലാം ഒരൊറ്റ നിമിഷം കൊണ്ട് ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീണിരിക്കുന്നു. എനിക്ക് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ആനന്ദ്. ദിവ്യ വിതുമ്പിക്കൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവളുടെ കണ്ണുകളിൽ പ്രണയത്തിന് പകരം വലിയൊരു വെറുപ്പും നിരാശയും മാത്രമായിരുന്നു അപ്പോൾ. ഞാൻ എന്ത് തെറ്റാണ് നിങ്ങളോട് ചെയ്തത്? 4 കൊല്ലമായി. ഈ 4 കൊല്ലത്തിൽ ഒരു ദിവസമെങ്കിലും നിങ്ങൾ എന്നൊരു മനുഷ്യനായി, നിങ്ങളുടെ ഭാര്യയായി പരിഗണിച്ചിട്ടുണ്ടോ? എനിക്കൊരു മനസ്സുണ്ടെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ദിവ്യ, നീ പറയുന്നത് ഒന്ന് കേൾക്ക്, ആനന്ദ് സാവധാനം പറഞ്ഞു. ഇല്ല, എനിക്കിനി ഒന്നും കേൾക്കണ്ട, അവൾ അലറി. നിങ്ങളുടെ മനസ്സിൽ ആ ദിയയുണ്ടാക്കിയ മുറിവുണങ്ങാൻ വേണ്ടി ഞാൻ കാത്തിരുന്നു. എപ്പോഴെങ്കിലും നിങ്ങൾ എന്നെ സ്നേഹിക്കൂ എന്ന് കരുതുന്നത് എൻ്റെ വിഡ്ഢിത്തമായിരുന്നു. പക്ഷേ നിങ്ങൾ ഇത്ര വലിയൊരു ചതിയനാണെന്ന് ഞാൻ കരുതിയില്ല ആനന്ദ്. ഇന്ന് നിങ്ങൾ അവളുടെ കൂടെ, നിങ്ങളുടെ പഴയ കാമുകിയുടെ കൂടെ കഴിയുമ്പോൾ, ആശുപത്രിയിൽ അവളുടെ കൂടെ നിൽക്കുമ്പോൾ നിങ്ങൾ ഒറ്റ നിമിഷമെങ്കിലും എന്നെ ഓർത്തോ? ദിവ്യ, അത് അങ്ങനെയല്ല. ദിയ വിവാഹമോചിതയാണ്. അവളുടെ കുഞ്ഞിന് അസുഖം കൂടിയപ്പോൾ ഒരു സുഹൃത്ത് എന്ന നിലയിൽ മാത്രമാണ് ഞാൻ പോയത്. എൻ്റെ ഉള്ളിൽ മതി, ദിവ്യ ഉറക്കെ പറഞ്ഞു. നിങ്ങളുടെ കള്ളക്കഥകൾ കേൾക്കാൻ എനിക്കൊട്ടും താല്പര്യമില്ല. സുഹൃത്താണോ അതോ പഴയ പ്രണയം വീണ്ടും തളിർത്തതാണോ എന്ന് എനിക്ക് അറിയേണ്ട കാര്യമില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് ബോധ്യമായി, നിങ്ങളുടെ മനസ്സിൽ എന്നെന്നും സ്ഥാനം ദിയക്ക് തന്നെയാണ്. ഞാൻ വെറും ഒരു നിഴൽ മാത്രമാണ്. നിങ്ങളുടെ അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി നിങ്ങൾ കെട്ടിയൊരു പാഴ്വാസ്തു. അവൾ കണ്ണീര് തുടച്ചു. അവളുടെ മുഖത്ത് പെട്ടെന്നൊരു ഉറച്ച തീരുമാനം തെളിഞ്ഞു വന്നു. ഇത്രയും കാലം എന്നെങ്കിലും നിങ്ങൾ എന്നെ സ്നേഹിക്കും എന്നൊരൊറ്റ കാരണം കൊണ്ടാണ് ഞാൻ ഈ നരകത്തിൽ പിടിച്ചു നിന്നത്. ഇനി എനിക്കിവിടെ നിൽക്കാൻ കഴിയില്ല ആനന്ദ്. നിങ്ങളുടെ മനസ്സ് എനിക്ക് തരില്ല എന്ന് ഉറപ്പുള്ളപ്പോൾ, നിങ്ങളുടെ സ്നേഹം വേറൊരാൾക്കാണെന്ന് അറിയുമ്പോൾ ഞാൻ ഇവിടെ നിന്നാൽ അതെന്നോട് തന്നെ ഞാൻ ചെയ്യുന്ന വലിയൊരു അനീതിയായിരിക്കും. ദിവ്യ അലമാര തുറന്ന് തൻ്റെ തുണികളും സാധനങ്ങളും ഒരു ബാഗിലേക്ക് എടുത്തു വെക്കാൻ തുടങ്ങി. ആനന്ദിൻ്റെ നെഞ്ച് അതിവേഗം ഇടിച്ചു. അവൻ കടുത്ത ഭയത്തോടെ അവളെ നോക്കി. അവളില്ലാതെ തനിക്ക് ജീവിക്കാൻ കഴിയില്ലെന്ന വലിയ സത്യം അവൻ്റെ ഉള്ളിൽ ആഞ്ഞടിച്ചു. ദിവ്യ, പ്ലീസ്, നീ പോവരുത്. ഞാൻ പറയുന്നത് കേൾക്ക്. എന്നെ വിട്ടു പോവല്ലേ, അവൻ യാചിക്കുന്ന സ്വരത്തിൽ പറഞ്ഞു. അവളെ കൈകളിൽ പിടിച്ച് നിർത്തി കെഞ്ചണമെന്ന് ആനന്ദിൻ്റെ ഉള്ളം തുടിച്ചു. എന്നാൽ അവൻ ഒരടിയെങ്കിലും മുന്നോട്ട് വെക്കാൻ കഴിഞ്ഞില്ല. അവൻ്റെ കാലുകൾ നിലത്തുറച്ചുപോയി. തനിക്ക് അതിനുള്ള യോഗ്യതയുണ്ടോ? കഴിഞ്ഞ 4 വർഷമായി അവളോട് ഒരല്പം പോലും സ്നേഹം കാണിക്കാത്ത, അവളെ ഒന്ന് പരിഗണിക്കുക പോലും ചെയ്യാത്ത തനിക്ക് ഇന്ന് അവളോട് പോകരുത് എന്ന് യാചിക്കാൻ എന്ത് അവകാശമാണുള്ളത്? താൻ കാണിച്ച അവഗണനയ്ക്ക് മുമ്പിൽ അവൾക്ക് നൽകാൻ തൻ്റെ കയ്യിൽ എന്തുത്തരമാണുള്ളത്? ആ സ്വയം കുറ്റപ്പെടുത്തൽ അവനെ തളർത്തിക്കളഞ്ഞു. അവൻ നിശബ്ദനായി കുറ്റബോധത്തിൻ്റെ ഭാരത്താൽ തല താഴ്ത്തി നിന്നു. ദിവ്യ തൻ്റെ ബാഗും എടുത്ത് വാതിലിലേക്ക് നടന്നു. പടിയിറങ്ങുന്നതിന് മുമ്പ് അവൾ തിരിഞ്ഞു നിന്ന് ആനന്ദിനെ അവസാനമായി ഒന്നുകൂടെ നോക്കി. ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു തരികയാണ് ആനന്ദ്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ദിയയുടെ അടുത്തേക്ക് പോകാം. എനിക്ക് നൽകാൻ കഴിയാത്ത സന്തോഷം അവളെങ്കിലും നിങ്ങൾക്ക് തരട്ടെ. ഇനി ഒരിക്കലും ഞാൻ നിങ്ങളുടെ വഴിയിൽ തടസ്സമായി വരില്ല. അത്രയും പറഞ്ഞ് പുറകിലേക്കൊന്നും തിരിഞ്ഞുപോലും നോക്കാതെ ദിവ്യ ആ വീടിൻ്റെ പടികൾ ഇറങ്ങിപ്പോയി. ശൂന്യതയുടെ കടുത്ത രാത്രികൾ ആയിരുന്നു പിന്നീട് അങ്ങോട്ട്. ആ വലിയ വീടിൻ്റെ പ്രധാന വാതിൽ അടയുന്ന ശബ്ദം ആനന്ദിൻ്റെ കാതുകളിൽ ഇടിമിന്നൽ പോലെയാണ് പതിച്ചത്. അവൻ ഒറ്റക്കായി. അവൻ ആ മുറിയിൽ സ്തംഭിച്ചു നിന്നു. കൈകാലുകൾ തളരുന്ന പോലെ അവന് തോന്നി. ചുറ്റുമുള്ള ലോകം നിശ്ചലമായതുപോലെ. ഒരടി പോലും മുന്നോട്ട് വെക്കാൻ അവന് കഴിയുന്നുണ്ടായിരുന്നില്ല. മുറിയിലാകെ ദിവ്യയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അവൾ ഉപയോഗിച്ചിരുന്ന അവളുടെ വസ്ത്രങ്ങളുടെ നേർത്ത സുഗന്ധം, നിലത്ത് വീണു കിടക്കുന്ന അവളുടെ ഒരു ചെറിയ മുടിനാരിഴ പോലും അവനെ തുറച്ചു വെച്ച് നോക്കുന്ന പോലെ അവന് തോന്നി. ആനന്ദ് കട്ടിലിലേക്ക് വീണു. ആദ്യം ദിയ തന്നെ വിട്ടുപോയപ്പോൾ വലിയൊരു ആഘാതമായിരുന്നു അവന്. എന്നാൽ അത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവൻ പൊരുത്തപ്പെട്ടിരുന്നു. ആ മുറിവ് അവനിൽ ഒരു മൗനമായി മാറിയിരുന്നു. പക്ഷെ ഇന്ന് ദിവ്യ ഇറങ്ങിപ്പോയപ്പോൾ അനുഭവപ്പെടുന്ന ഈ ശൂന്യത, ഇത് അവൻ്റെ ജീവനെ തന്നെ തിന്നുന്ന ഒന്നായിരുന്നു. അവന് ശ്വാസം മുട്ടാൻ തുടങ്ങി. ദിവ്യയില്ലാത്ത വീട് ഒരു ശ്മശാനം പോലെ അവന് അനുഭവപ്പെട്ടു. എനിക്ക് പറ്റിപ്പോയത് എന്താണ്? അവൻ തലയിൽ കൈവച്ച് കരഞ്ഞു. താൻ ഇത്രയും കാലം പ്രണയമാണെന്ന് കരുതി നടന്നത് വെറും ഒരു അട്രാക്ഷൻ മാത്രമായിരുന്നു എന്ന് അവൻ തിരിച്ചറിയുകയായിരുന്നു. സാമ്പത്തികമായി സഹായിച്ചതിലും കോളേജ് കാലത്തെ കുസൃതികളിലും തോന്നിപ്പോയ ഒരു താല്പര്യം മാത്രമായിരുന്നു ദിയയോടുണ്ടായിരുന്നത്. അവൾ തന്നെ വിട്ടുപോയപ്പോൾ തൻ്റെ അഹംബോധത്തിനേറ്റ പരിക്കാണ് താൻ വലിയ പ്രണയനഷ്ടമായി കൊണ്ടു നടന്നത്. എന്നാൽ യഥാർത്ഥ പ്രണയം, ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളിലും കൂടെ നിൽക്കുന്ന, യാതൊന്നും തിരിച്ചു പ്രതീക്ഷിക്കാതെ സ്നേഹിക്കുന്ന യഥാർത്ഥ പ്രണയം, അത് ദിവ്യയായിരുന്നു. ആ നിശബ്ദമായ സ്നേഹത്തെയാണ് താൻ ഇത്രയും കാലം ചവിട്ടി മെതിച്ചത്. സ്വയം സൃഷ്ടിച്ച വഞ്ചനയുടെ ലോകത്തിരുന്ന് താൻ പ്രാണനായവളെ കണ്ണീര് കുടിപ്പിച്ചു. ദിവ്യ, അവൻ ആ മുറിയിൽ കിടന്ന് നിലവിളിച്ചു.
ദിവ്യയില്ലാത്തൊരു ജീവിതം അവന് സങ്കല്പിക്കാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല. ഈ നിമിഷം മരിച്ചു കളഞ്ഞാലോ എന്ന് പോലും അവൻ്റെ മനസ്സ് മന്ത്രിച്ചു. ജീവിച്ചിരുന്നിട്ട് ഇനി എന്ത് കാര്യം? താൻ കാരണം ഒരു പെൺകുട്ടിയുടെ ജീവിതം തകർന്നു. അവൾക്ക് നൽകിയ ആഴത്തിലുള്ള മുറിവുകൾക്ക് പകരം വീട്ടാൻ തൻ്റെ ജീവന് പോലും കഴിയില്ല. അവൻ കരഞ്ഞു തളർന്നു. സാവിത്രി പതിയെ അങ്ങോട്ട് വന്നു. അമ്മയെ കണ്ടതും അവൻ്റെ ഉള്ളിലെ സങ്കടം കട്ട പിടിച്ച് പുറത്തു വന്നു. അവൻ ഒരൊറ്റ കുതിപ്പിന് സാവിത്രിയുടെ കാൽക്കിലേക്ക് വീണ് അവരുടെ മടിയിലേക്ക് തലവെച്ച് പൊട്ടിക്കരഞ്ഞു. അമ്മേ, അമ്മ, അവൾ പോയി അമ്മേ, എന്നെ തനിച്ചാക്കി അവൾ പോയി. ആനന്ദ് ഒരു കൊച്ചുകുട്ടിയെ പോലെ വിതുമ്പി. സാവിത്രിയുടെ നെഞ്ചു പിടഞ്ഞു. അവർ തൻ്റെ മകൻ്റെ തലയിൽ തലോടി. എന്നാൽ അവരുടെ മനസ്സിൽ ദിവ്യയോടുള്ള സങ്കടമായിരുന്നു കൂടുതൽ. ഇത്രയും കാലം ഒരു പരാതിയും പറയാതെ നിന്റെ അവഗണനയെല്ലാം സഹിച്ചാണ് ആ കുട്ടി വീട്ടിൽ കഴിഞ്ഞത്. നീ അവളെ അത്രത്തോളം ഉപദ്രവിച്ചില്ലടാ. ഒരു ഭാര്യയ്ക്ക് കൊടുക്കേണ്ട യാതൊരു ബഹുമാനവും സ്നേഹവും നീ അവൾക്ക് കൊടുത്തില്ലല്ലോ. അതുകൊണ്ടല്ലേ ആ കുട്ടി ഒടുവിൽ സഹികെട്ടി ഇറങ്ങിപ്പോയത്. അതെ അമ്മേ, ഞാൻ തെറ്റുകാരനാണ്. ഞാൻ വലിയൊരു തെറ്റുകാരനാണ്. ആനന്ദ് അമ്മയെ കെട്ടിപ്പിടിച്ച് ഉച്ചത്തിൽ കരഞ്ഞു. എനിക്കറിയില്ലായിരുന്നു അമ്മേ. എനിക്ക് അവളോട് എത്രത്തോളം ഇഷ്ടമുണ്ടെന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല. ദിവ്യയോടുള്ള ദേഷ്യവും വിഷമവും കൊണ്ട് ഞാൻ ദിവ്യയെ കാണാതെ പോയി. പക്ഷേ സത്യമായിട്ട് അമ്മേ, ഈ 4 വർഷത്തിനിടയിൽ എപ്പോഴും ദിവ്യ എൻ്റെ ഹൃദയത്തിലേക്ക് കയറി പറ്റിയിരുന്നു. അവളില്ലാതെ എനിക്കിനി ഒരു നിമിഷം പോലും ജീവിക്കാൻ പറ്റില്ല അമ്മേ. അവൻ കരച്ചിലിനിടയിൽ വിങ്ങിപ്പൊട്ടി. എൻ്റെ ഉള്ളിലെ പേടി കാരണമാണ് അമ്മേ ഞാൻ അവളോടൊന്നും പറയാതിരുന്നത്. നാളിതുവരെ സ്നേഹിക്കാത്ത ഞാൻ പെട്ടെന്നൊരു ദിവസം ചെന്ന് എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അവൾ എന്നെ വിശ്വസിക്കുമോ എന്ന് ഞാൻ ഭയന്നു. പക്ഷേ ഇന്നലെ ദിയയെ സഹായിക്കാൻ പോയത് അവൾ തെറ്റിദ്ധരിച്ചു. ഞാൻ അവളോട് കള്ളം പറഞ്ഞിട്ടില്ല അമ്മേ. ഞാൻ ദിയയെ സഹായിക്കുക മാത്രമാണ് ചെയ്തത്. പക്ഷെ ദിവ്യ കരുതുന്നത് ഞാൻ അവളെ ചതിച്ചു എന്നാണ്. ആനന്ദ് അമ്മയുടെ കൈകളിൽ പിടിച്ച് യാചിച്ചു. എനിക്ക് ദിവ്യയെ വേണം അമ്മേ. അവളാണ് എൻ്റെ ജീവിതം. ഞാൻ അവളോട് ചെയ്ത തെറ്റുകൾക്കൊക്കെ പകരം വീട്ടണം. അവൾക്ക് കൊടുക്കാതിരുന്ന സ്നേഹം മുഴുവൻ എനിക്ക് കൊടുത്തു തീർക്കണം. എൻ്റെ ദിവ്യയെ എനിക്ക് തിരിച്ചു തരുമോ അമ്മേ? പ്ലീസ്, ഞാൻ ചത്തുപോകും അമ്മേ അവളില്ലെങ്കിൽ. അവൻ്റെ വാക്കുകളിലെ സത്യസന്ധതയും കുറ്റബോധവും അവർക്ക് മനസ്സിലായി. അവൻ തൻ്റെ പഴയ ഭൂതകാലത്തിൽ നിന്ന് പൂർണ്ണമായും പുറത്തു വന്നുവെന്നും യഥാർത്ഥത്തിൽ അവൻ ദിവ്യയെ സ്നേഹിക്കുന്നുവെന്നും അവർ തിരിച്ചറിഞ്ഞു. സാവിത്രി അവനെ ചേർത്ത് പിടിച്ചു. അവൻ്റെ കണ്ണീർ തുടച്ചു കൊടുത്തു. സാവിത്രിക്കും എന്ത് വേണമെന്ന് ഒരു ഊഹവുമില്ലായിരുന്നു. രാത്രിയുടെ യാമങ്ങൾ ഓരോന്നായി കൊഴിഞ്ഞു വീണു. ദിവ്യ പടിയിറങ്ങിപ്പോയ ആ വലിയ മുറിയിൽ ശൂന്യതയുടെ കനത്ത മൗനവും പേറി ആനന്ദ് കട്ടിലിൻ്റെ കോണിൽ തളർന്നിരിക്കുകയായിരുന്നു. സാവിത്രിയമ്മ നൽകിയ ആശ്വാസവാക്കുകൾക്കൊന്നും അവൻ്റെ നെഞ്ചിൽ തീയണക്കാൻ കഴിഞ്ഞിരുന്നില്ല. ദിവ്യയില്ലാത്ത ഓരോ നിമിഷവും അവന് നരകതുല്യമായിരുന്നു. പെട്ടെന്നാണ് നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് അവൻ്റെ ഫോൺ ശബ്ദിച്ചത്. സ്ക്രീനിൽ ദിയയുടെ പേര് തെളിഞ്ഞു. ഫോൺ എടുക്കേണ്ട എന്ന് ആദ്യം അവൻ കരുതിയെന്നാണ്. എന്നാൽ നിരന്തരമായി ബെല്ലടിച്ചപ്പോൾ ദിവ്യ പോയ സങ്കടം ഉള്ളിലൊതുക്കി കഠിനമായ മനസാന്നിധ്യത്തോടെ അവൻ ഫോൺ കാതിലേക്ക് വെച്ചു. ആനന്ദ്, പ്ലീസ് എന്നെ ഒന്ന് സഹായിക്കണം. മറുതലക്കൽ ദിയയുടെ ഭ്രാന്തമായ കരച്ചിലായിരുന്നു. മോന് അസുഖം കൂടി ആനന്ദ്. ICUയിലേക്ക് മാറ്റണമെന്ന് ഡോക്ടർമാർ പറയുന്നു. എനിക്കിവിടെ വേറെ ആരുമില്ല ഒന്ന് സഹായിക്കാൻ. നീയൊന്ന് വരുമോ? ദിവ്യ തൻ്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ കാരണം ദിയയാണെന്ന ചിന്ത അവനിൽ രോഷമുണർത്തിയെങ്കിലും ഒരു പിഞ്ചുകുഞ്ഞിൻ്റെ ജീവനാണ് മുന്നിലെന്ന മാനുഷിക പരിഗണന അവനെ തളർത്തി. അവൾക്ക് വേറെ ആരുമില്ലല്ലോ എന്നൊരു ഭാരമുള്ള മനസ്സോടെ അവൻ ആശുപത്രിയിലേക്ക് തിരിച്ചു. ICUവിന് മുന്നിലെ നീണ്ട ഇടനാഴിയിൽ ദിവ്യ വിങ്ങിപ്പൊട്ടി നിൽക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ആനന്ദിൻ്റെ ശ്രദ്ധ പോയത് കുറച്ചകലെയുണ്ടായിരുന്ന ബെഞ്ചിൽ തലയിൽ കൈവച്ചിരിക്കുന്ന ആ ചെറുപ്പക്കാരനിലേക്കായിരുന്നു. കണ്ട മാത്രയിൽ തന്നെ ആനന്ദിന് മനസ്സിലായി അത് ദിയയുടെ ഭർത്താവാണെന്ന്. വർഷങ്ങളായി താൻ മനസ്സിൽ വെറുത്ത ദിയയെ ഉപദ്രവിച്ചു എന്ന് അവൾ പറഞ്ഞ അതേ മനുഷ്യൻ. അയാളെ കണ്ടതും ആനന്ദിൻ്റെ ഉള്ളിൽ കനലുകൾ എരിഞ്ഞുയർന്നു. ആനന്ദ് കാൽവെപ്പുകൾ വേഗത്തിലാക്കി അയാളുടെ മുന്നിലേക്ക് ചെന്നു. ആനന്ദിനെ കണ്ടതും അയാൾ പതിയെ എഴുന്നേറ്റ് നിന്നു. അയാളുടെ കണ്ണുകളിലും വലിയൊരു തളർച്ചയും വേദനയും നിഴലിച്ചിരുന്നു. തനിക്ക് മുന്നിൽ നിൽക്കുന്നത് ആരാണെന്ന് അയാൾക്ക് വ്യക്തമായി അറിയാമായിരുന്നു. എന്നാൽ ആ നിമിഷം ആനന്ദിന് തൻ്റെ ദേഷ്യം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അവൻ അയാളുടെ നേരെ വിരൽ ചൂണ്ടി പൊട്ടിത്തെറിച്ചു. തനിക്കൊരല്പെങ്കിലും നാണുണ്ടോടോ? താൻ ഏത് തരത്തിലുള്ള മനുഷ്യനാണ്? സ്വന്തം ഭാര്യയെയും രക്തത്തിൽ പറന്ന കുഞ്ഞിനെയും പെരുവഴിയിലാക്കി വേറൊരു സ്ത്രീയുടെ പുറകെ പോകാൻ തനിക്ക് എങ്ങനെ മനസ്സ് വന്നു? ഒരു പെണ്ണും കുഞ്ഞും അനുഭവിക്കുന്ന ഗതികേടിന് അത്രയും കാരണക്കാരൻ താനല്ലേടോ? ആനന്ദ് അത്രയും നേരം ഉച്ചത്തിൽ ശബ്ദമുയർത്തിയിട്ടും അട്ടഹസിച്ചിട്ടും അയാൾ ഒരക്ഷരം പോലും തിരിച്ചു പറഞ്ഞില്ല. തികഞ്ഞ ക്ഷമയോടെ സാന്ത്വനത്തിൻ്റെ കണ്ണുകളോടെ അയാൾ ആനന്ദിനെ കേട്ടു നിന്നു. അയാളുടെ നിശബ്ദത ആനന്ദിനെ കൂടുതൽ ചൊടിപ്പിച്ചു. പൊട്ടിത്തെറി ഒടുവിൽ ക്ഷമിച്ചപ്പോൾ അയാൾ സാവധാനം മുമ്പോട്ട് വന്ന് ആനന്ദിൻ്റെ തോളിൽ തട്ടി. തികച്ചും ശാന്തമായ എന്നാൽ ആഴത്തിലുള്ള മുറിവേറ്റ ഒരു സ്വരത്തിൽ അയാൾ പറഞ്ഞു,
പറഞ്ഞു കഴിഞ്ഞു ആനന്ദ്. എങ്കിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ. നിന്നെപ്പോലെ തന്നെ ചതിക്കപ്പെട്ട മറ്റൊരു ഇരയാണ് ഞാൻ. അല്ലാതെ നീ കരുതുന്നത് പോലെ ഞാൻ ഒരു തെറ്റുകാരനല്ല. ആനന്ദ് ഞെട്ടലോടെ സംശയദൃഷ്ടിയോടെ അയാളെ നോക്കി. അയാൾ ദീർഘനിശ്വാസം എടുത്ത് തുടർന്നു. സത്യത്തിൽ നിന്നെ എന്നെപ്പോലെ അവൾ എന്നെയും ചതിക്കുകയായിരുന്നു. കോളേജ് കാലത്ത് നിങ്ങൾ തമ്മിലുള്ള ബന്ധമൊക്കെ മറച്ചു വെച്ചാണ് അവൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. നിന്നേക്കാൾ സാമ്പത്തികമായി ഉയർന്ന നിലയിലുള്ള എൻ്റെ കുടുംബത്തിൻ്റെ ആലോചന വന്നപ്പോൾ നിന്നെ ഒഴിവാക്കിയ ശേഷം അവൾ എന്നെ കല്യാണം കഴിക്കുകയായിരുന്നു. ഇതൊക്കെ കല്യാണശേഷമാണ് ഞാൻ അറിയുന്നത്. ആനന്ദ് തരിച്ചു നിന്നുപോയി. അയാൾ പറയുന്നത് വിശ്വസിക്കാൻ അവൻ്റെ മനസ്സ് മടിച്ചു. എന്നിട്ടും ഞാനത് സഹിച്ചു ആനന്ദ്. അയാളുടെ ശബ്ദത്തിൽ വിറയൽ പടർന്നു. പക്ഷേ വിവാഹശേഷവും മറ്റൊരു പുരുഷനുമായി അവൾക്കുണ്ടായിരുന്ന രഹസ്യബന്ധം എനിക്ക് കയ്യോടെ പിടിക്കേണ്ടി വന്നു. ഒരു പുരുഷനും താങ്ങാൻ കഴിയാത്ത ഒന്നാണത്. അങ്ങനെയാണ് ഞാൻ അവളെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചത്. പക്ഷേ ആ കേസും കൂട്ടവും ഒക്കെ വന്നപ്പോൾ എൻ്റെ സ്വന്തം കുഞ്ഞിനെ വെച്ചാണ് അവൾ എന്നെ ഭീഷണിപ്പെടുത്തിയത്. കുഞ്ഞിൻ്റെ ഭാവി ഓർത്താണ് ഇത്രയും കാലം ഡിവോഴ്സ് പോലും ഇല്ലാതെ ഞാൻ സഹിച്ചത്. ഇപ്പോഴും എൻ്റെ കുഞ്ഞിൻ്റെ അസുഖവിവരം അറിഞ്ഞ് ഓടിയെത്തിയതാണ് ഞാൻ. അയാൾ ആനന്ദിൻ്റെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കി. നിനക്കെന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് എനിക്കറിയാം. കാരണം അത്രയും മികച്ചൊരു അഭിനേത്രിയാണ് അവൾ. നിനക്കെന്നെ വിശ്വസിക്കേണ്ട. പക്ഷെ ഒരു കാര്യം ചെയ്യ്. ഇപ്പോൾ ഉള്ളിലേക്ക് ചെന്ന് അവളോട് പറ, ഇനി നിന്നെ സഹായിക്കാൻ എനിക്ക് സൗകര്യമില്ല. എൻ്റെ ഭാര്യയാണ് എനിക്ക് പ്രധാനമെന്ന്. അപ്പോൾ കാണാം നിനക്ക് അവളുടെ യഥാർത്ഥ സ്വഭാവം. അത്രയും പറഞ്ഞ് ദിയയുടെ മുൻഭർത്താവ് തിരിഞ്ഞു നടന്നു. ആനന്ദിൻ്റെ തലച്ചോർ മരവിച്ചു പോയിരുന്നു. തൻ്റെ മുന്നിൽ തകർന്നു വീണത് വർഷങ്ങളായി താൻ വിശ്വസിച്ചിരുന്ന വലിയൊരു സത്യമായിരുന്നു. അവിശ്വസനീയതയോടെ അവൻ ഐസിയുവിൻ്റെ വെയിറ്റിംഗ് റൂമിലേക്ക് നടന്നു. ആനന്ദ് അവളുടെ അടുത്ത് ചെന്ന് നിന്നു. അവനെ കണ്ടതും ദിയ അവൻ്റെ കൈകളിൽ പിടിക്കാനാഞ്ഞു. ആനന്ദ്, ഡോക്ടർമാർ എന്താ പറയുന്നതെന്ന് കേട്ടോ? എനിക്ക് പേടിയാവുന്നു ആനന്ദ്. ആനന്ദ് തികച്ചും തണുത്ത സ്വരത്തിൽ തൻ്റെ കൈകൾ പിന്നിലേക്ക് വലിച്ചുകൊണ്ട് പറഞ്ഞു. ദിവ്യ ഇന്ന് എന്നെ വിട്ടുപോയി. നമ്മൾ തമ്മിൽ ഇപ്പോൾ ബന്ധമുണ്ടെന്ന് തെറ്റിദ്ധരിച്ചാണ് അവൾ ഇറങ്ങിപ്പോയത്. എനിക്കിനി നിന്നെയോ നിൻ്റെ കാര്യങ്ങളെയോ നോക്കാൻ കഴിയില്ല. നമ്മൾ തമ്മിൽ ഇപ്പോൾ ഒരു ബന്ധവുമില്ല. എനിക്കെൻ്റെ ദിവ്യയാണ് പ്രധാനം. അവളാണ് എൻ്റെ ജീവിതം. ആനന്ദിൻ്റെ വാക്കുകൾ കേട്ടതും നിമിഷങ്ങൾക്കകം ദിയയുടെ മുഖത്തെ സങ്കടമെല്ലാം അപ്രതീക്ഷിതമായി. അവളുടെ കണ്ണുകളിൽ ഭയവും അതിലേറെ കടുത്ത ദേഷ്യവും ഇരച്ചു കയറി. ആ ഭാവമാറ്റം കണ്ടപ്പോൾ തന്നെ ആനന്ദിന് കാര്യങ്ങൾ വ്യക്തമായിരുന്നു. നീ എന്താ ഈ പറയുന്നത് ആനന്ദ്? അവൾ ദേഷ്യത്തോടെ അലറി. ആ ദിവ്യയ്ക്ക് വേണ്ടിയോ നീ എന്നെ ഒഴിവാക്കിയത്? ഞാൻ ഇപ്പോഴും നിന്നെ സ്നേഹിക്കുന്നു ആനന്ദ്. ദിവ്യയെ നീ വിട്ടുകളാ. അന്ന് അച്ഛൻ്റെ വാശി കാരണം കൊണ്ട് മാത്രമാണ് നിന്നെ ഞാൻ... അച്ഛൻ്റെ കാര്യമാണോ നീ പറയുന്നത്? ആനന്ദ് പുച്ഛത്തോട് ചിരിച്ചു. അതോ എന്നേക്കാൾ പണക്കാരനായ ഒരുവനെ കിട്ടിയപ്പോൾ എന്നെ എറിഞ്ഞു കൊടുത്ത കഥയോ? ആ ചോദ്യത്തിന് മുന്നിൽ ദിയ ഒരു നിമിഷം പരിഭ്രമിച്ചു. അവളുടെ മുഖത്ത് ഭയം പടർന്നു. ആരാ നിന്നോട് ഇതൊക്കെ പറഞ്ഞത്? അതൊക്കെ കള്ളാണ് ആനന്ദ്. അവൾ പതിയെ പറഞ്ഞു. നിന്റെ ഭർത്താവ് പുറത്തുണ്ട് ദിയ. ആനന്ദ് ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. അയാൾ എന്നോടെല്ലാം പറഞ്ഞു. നിന്റെ ചതിയും പരബന്ധവും കുഞ്ഞിനെ വെച്ച് നീ നടത്തുന്ന ഭീഷണിയും. അപ്പോഴും ഞാൻ വിശ്വസിച്ചില്ല. പക്ഷെ നിന്റെ ഈ ഭാവമാറ്റം, നിന്റെ ഉള്ളിലെ വിഷയം എനിക്ക് കാണിച്ചു തരുന്നുണ്ട്. അവളുടെ കള്ളത്തരങ്ങൾ വെളിച്ചത്തായെന്ന് മനസ്സിലായതോടെ ദിയയുടെ സങ്കടത്തിൻ്റെ മുഖം മൂടി പൂർണ്ണമായും അഴിഞ്ഞു വീണു. അവൾ ക്രൂരമായ ചിരിയോടെ അവനെ നോക്കി. ആണടാ, പണത്തിന് വേണ്ടി തന്നെയാണ് ഞാൻ അവനെ വിവാഹം കഴിച്ചത്. നിന്റെ തറവാട്ടു മഹിമയേക്കാൾ എനിക്ക് വലുതായിരുന്നു അവൻ്റെ പണം. നിന്റെ ഒരു ദിവ്യ... അവളുടെ വായിൽ വീണ ഓരോ വാക്കും ആനന്ദിൻ്റെ ഇരട്ടിപ്പിച്ചു. ഇത്രയും കാലം താൻ ആത്മാവിൽ ചുമന്ന പ്രണയം വെറും ഒരു വഞ്ചകിയുടെ അഭിനയം മാത്രമായിരുന്നു എന്ന സത്യം അവനെ ചുട്ടുപൊള്ളിച്ചു. മതി, ആനന്ദ് ഗർജിച്ചു. നിന്റെ ഈ വൃത്തികെട്ട നാവുകൊണ്ട് ദിവ്യയുടെ പേര് ഉച്ചരിച്ചു പോകരുത്. ഇത്രയും ക്രൂരമായ, സ്വന്തം കുഞ്ഞിനെ പോലും സ്വാർത്ഥതയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു വഞ്ചകിയാണ് നീയെന്ന് ഞാൻ കരുതിയില്ലടി. നീ എന്ന പെണ്ണിനെ പ്രണയിച്ചു എന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശാപമാണ്. നിന്നെപ്പോലെ ഒരു വിഷപ്പാമ്പിനെ തിരിച്ചറിയാൻ വൈകിയതിനാണ് ഞാൻ ഇന്ന് ഈ അനുഭവിക്കുന്നത്. അവളുടെ നിന്ദ്യമായ മുഖത്തേക്ക് നോക്കി അറപ്പോടെ അവൻ പറഞ്ഞു. ഇനി മേലാൽ നിന്റെ ഒരു നിഴൽ പോലും എൻ്റെ വഴിയിൽ വീഴരുത്. വീണാൽ അത് നിന്റെ നാശമായിരിക്കും. കരഞ്ഞു നിലവിളിക്കുന്ന ശാപവാക്കുകൾ ചൊരിയുന്ന ദിയയെ ആ മുറിയിൽ തനിച്ചാക്കി ആനന്ദ് വേഗത്തിൽ പുറത്തേക്ക് നടന്നു. ആശുപത്രിയിൽ നിന്നും പുറത്തിറങ്ങിയപ്പോൾ രാത്രിയുടെ തണുത്ത കാറ്റ് അവൻ്റെ മുഖത്തടിച്ചു. അവൻ്റെ ഉള്ളിലെ പ്രണയനഷ്ടത്തിൻ്റെ പഴയ മുറിവുകൾ പൂർണ്ണമായി ഉണങ്ങി മാഞ്ഞിരുന്നു. അവിടെ ഇപ്പോൾ ദിവ്യയോടുള്ള അറ്റമില്ലാത്ത സ്നേഹവും അവളോട് ചെയ്ത അപരാധങ്ങളുടെ കനത്ത കുറ്റബോധവും മാത്രമായിരുന്നു. താൻ പ്രാണനായി സ്നേഹിക്കേണ്ടിയിരുന്നത് ആരെയാണെന്ന് തിരിച്ചറിഞ്ഞ നിമിഷം ആനന്ദ് തൻ്റെ ഫോണെടുത്ത് ദിവ്യയുടെ നമ്പറിലേക്ക് വിളിച്ചു. അവൾ എടുക്കുന്നില്ല. അവളുടെ കാൽക്കൽ വീണാണെങ്കിലും തൻ്റെ പ്രണയത്തിൻ്റെ സത്യാവസ്ഥ അവളെ അറിയിച്ച് തിരികെ കൂട്ടിക്കൊണ്ടുവരാൻ അവൻ വേഗത്തിൽ മുമ്പോട്ട് നീങ്ങി.
ഫോണിൽ നിന്ന് റിങ് മാറി ബെല്ലടിച്ചു. തീർന്നിട്ടും ദിവ്യ കോൾ എടുത്തില്ല. ആനന്ദിൻ്റെ ഉള്ളിലെ ഭയം ഇരട്ടിച്ചു വന്നു. അവൻ്റെ കാർ അതിവേഗം നഗരത്തിലൂടെ പായുമ്പോൾ അവൻ്റെ മനസ്സ് പൂർണ്ണമായും ദിവ്യയുടെ ഓർമ്മകളിൽ മാത്രമായിരുന്നു. നേരെ ദിവ്യയുടെ തറവാട്ട് വീട്ടിലേക്കാണ് അവൻ ചെന്നത്. ദിവ്യയുടെ അമ്മ വർഷങ്ങൾക്ക് മുമ്പേ മരിച്ചുപോയതാണ്. റിട്ടയർഡ് അധ്യാപകനായ അച്ഛൻ നാരായണൻ മാഷും ദിവ്യയും മാത്രമായിരുന്നു ആ വീട്ടിലുണ്ടായിരുന്നത്. 4 വർഷത്തെ വിവാഹ ജീവിതത്തിനിടയിൽ വിരലിൽ എണ്ണാവുന്ന തവണ മാത്രമാണ് ആനന്ദ് ആ വീടിൻ്റെ പടി കയറിയിട്ടുള്ളത്. അപ്പോഴൊക്കെയും ഒരു അപരിചിതനെ പോലെ വന്ന് കാര്യങ്ങൾ മാത്രം സംസാരിച്ച് മടങ്ങുകയായിരുന്നു അവൻ്റെ പതിവ്. മാഷിനോട് ഒരു മകൻ്റെ സ്നേഹത്തോടെയോ ബഹുമാനത്തോടെയോ ഒരു വാക്കുപോലും അവൻ സംസാരിച്ചിരുന്നില്ല. വണ്ടിയിൽ നിന്നിറങ്ങി ഉമ്മറത്തേക്ക് കയറുമ്പോൾ ആനന്ദിൻ്റെ കാലുകൾ വിറക്കുന്നുണ്ടായിരുന്നു. ഉമ്മറത്തെ ചാരുകസേരയിൽ തലയിൽ കൈവച്ച് ഉത്കണ്ഠയോടെ ഇരിക്കുകയായിരുന്നു നാരായണൻ മാഷ്. മുറ്റത്ത് കാറിൻ്റെ ശബ്ദം കേട്ട് അയാൾ തലയുയർത്തി അവനെ ഒന്ന് നോക്കി. ആനന്ദിനെ കണ്ടതും ആ വയോധികൻ്റെ കണ്ണുകളിൽ സങ്കടവും ആശങ്കയും ഒരുപോലെ നിറഞ്ഞു. ആനന്ദ് സാവധാനം ഉമ്മറത്തേക്ക് കയറി. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിയിരുന്നു. ആനന്ദ്, നീ എന്തേ ഈ സമയത്ത്? മാഷ് ഇടറിയ സ്വരത്തിൽ ചോദിച്ചു. ദിവ്യമോൾ വന്നിട്ടുണ്ട്. വന്നിറങ്ങിയത് തൊട്ട് എൻ്റെ കുട്ടി ആ മുറിയിൽ കയറി കരച്ചിലാണ്. എന്താടാ മോനെ ഉണ്ടായത്? നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവളോട് ഞാൻ ചോദിച്ചിട്ട് ഒന്നും പറയുന്നില്ല. അതുവരെ ഉള്ളിലൊതുക്കിയ കുറ്റബോധവും സങ്കടവും ആനന്ദിൽ പൊട്ടിത്തെറിച്ചു. ഒരു നിമിഷം പോലും അടിക്കാതെ അവൻ നാരായണ മാഷിൻ്റെ മുന്നിലേക്ക് മുട്ടുകുത്തി വീണു. ആ വയോധികൻ്റെ കൈകൾ പിടിച്ച് സ്വന്തം നെഞ്ചോട് ചേർത്ത് അവൻ പൊട്ടിക്കരഞ്ഞു. എന്നോട് ക്ഷമിക്കണം അച്ഛ, ഞാൻ വലിയൊരു തെറ്റുകാരനാണ്. ആനന്ദ് വിങ്ങിപ്പൊട്ടി. ഈ 4 കൊല്ലം ഞാൻ ആ കുട്ടിക്ക് കൊടുത്തത് അവഗണന മാത്രമാണ്. അവളുടെ സ്നേഹം തിരിച്ചറിയാൻ എനിക്ക് സാധിച്ചില്ല. പക്ഷെ ഇന്ന് എന്നെ തെറ്റിദ്ധരിച്ചാണ് അവൾ ഇറങ്ങിപ്പോയത്. പക്ഷെ സത്യമായിട്ട് അച്ഛ, എൻ്റെ ഉള്ളിൽ അവളല്ലാതെ വേറൊരാളില്ല. എനിക്കെൻ്റെ ദിവ്യയെ വേണം അച്ഛ. ഞാൻ അവളെ ഒന്ന് കണ്ടോട്ടെ. വർഷങ്ങളായി തന്നോട് അകന്നു നിന്ന മരുമകൻ തൻ്റെ കാൽക്കൽ വീണ് വിതുമ്പുന്നത് കണ്ടപ്പോൾ മാഷിൻ്റെ നെഞ്ചു വിടഞ്ഞു. ആനന്ദ് ഒരു കുഞ്ഞിനെ പോലെ കരയുന്നത് കണ്ടപ്പോൾ ആ അച്ഛൻ്റെ ഉള്ളിലെ സങ്കടമെല്ലാം മാഞ്ഞുപോയി. അയാൾ ആനന്ദിൻ്റെ തോളിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. സാന്ത്വനത്തോടെ ചേർത്ത് പിടിച്ചു. അതൊന്നും സാരമില്ലടാ മോനെ. മാഷ് അവൻ്റെ തലയിൽ തലോടി. തെറ്റുകൾ തിരിച്ചറിയുന്നതാണ് ഏറ്റവും വലിയ കാര്യം. അവൾ മുകളിലത്തെ മുറിയിലുണ്ട്. നീ ചെല്ല്, അവളോട് സംസാരിക്ക്. അവളുടെ ഉള്ളിലെ മുറിവ് അത്രയും വലുതാണ്. നീ തന്നെ അത് ഉണക്കണം. ആനന്ദ് പതിയെ തലയാട്ടി. അച്ഛൻ്റെ അനുഗ്രഹത്തോടെ അവൻ പടികൾ കയറി മുകളിലേക്ക് നടന്നു. മുകളിലത്തെ മുറിയിൽ വാതിൽ പകുതി തുറന്നു കിടപ്പായിരുന്നു. കട്ടിലിൽ തലയിണയിൽ മുഖം അമർത്തി വിങ്ങിപ്പൊട്ടുകയായിരുന്നു അന്നേരം ദിവ്യ. കരഞ്ഞു തളർന്ന് അവളുടെ ശരീരം വിറക്കുന്നുണ്ടായിരുന്നു. ആനന്ദ് മെല്ലെ മുറിക്കുള്ളിലേക്ക് കടന്ന് വാതിലടച്ചു. കാൽപെരുമാറ്റം കേട്ട് ദിവ്യ പെട്ടെന്ന് തലയുയർത്തി നോക്കി. കണ്ണീരിൽ കുതിർന്ന അവളുടെ മുഖത്ത് ആനന്ദിനെ കണ്ടതും അത്ഭുതവും ഒപ്പം കടുത്ത ദേഷ്യവും പടർന്നു. അവൾ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് നിന്ന് അവനിൽ നിന്ന് അകന്നു മാറി. നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്? അവളുടെ ശബ്ദം വിറച്ചു. എന്തിനാ എന്നെ വീണ്ടും ഉപദ്രവിക്കാൻ വരുന്നത്? ഞാൻ നിങ്ങളുടെ വഴിയിൽ നിന്ന് മാറിത്തന്നതല്ലേ. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ തീയെയും കൂടെ സന്തോഷമായി ജീവിക്കാലോ. പിന്നെ എന്തിനാ എൻ്റെ അച്ഛൻ്റെ മുന്നിൽ വന്ന് അഭിനയിക്കുന്നത്? ഇറങ്ങിപ്പോയി ഇവിടെ നിന്ന്. ദിവ്യയുടെ വാക്കുകൾ കേട്ട് ആനന്ദ് ഒന്നും പറഞ്ഞില്ല. അവൻ സാവധാനം അവൾക്കടുത്തേക്ക് നടന്നു. അടുത്ത് വരരുത് എന്ന് ഞാൻ പറഞ്ഞതല്ലേ? അവൾ അലറി. അവൻ്റെ നെഞ്ചിലേക്ക് കൈവച്ച് തള്ളി മാറ്റാൻ ശ്രമിച്ചു. എനിക്ക് നിങ്ങളുടെ സഹതാപവും വേണ്ട, കള്ളക്കഥകളും കേൾക്കണ്ട, പോകാൻ. എന്നാൽ ആനന്ദ് വഴങ്ങിയില്ല. അവൻ തികച്ചും നിശബ്ദനായി ദിവ്യയുടെ മുന്നിലേക്ക് നിലത്തേക്ക് മുട്ടുകുത്തി വീണു. ദിവ്യ ഞെട്ടിപ്പോയി. അത്രയും കാലം തനിക്ക് മുമ്പിൽ ഒരു അപരിചിതനെ പോലെ ഗൗരവത്തിൽ മാത്രം നടന്നിരുന്ന ഭർത്താവും ഇതാ തൻ്റെ കാൽക്കൽ തല കുനിച്ച് കിടക്കുന്നു. ആനന്ദ്, ഇതെന്തായി കാണിക്കുന്നത്? എഴുന്നേൽക്കൂ. അവൾ ഭയത്തോടെയും പരിഭ്രമത്തോടെയും പിന്നോട്ടാഞ്ഞു. പക്ഷെ ആനന്ദ് അവളുടെ 2 കാലുകളിലും കടുത്ത സ്നേഹത്തോടെയും യാചനയോടെയും അമർത്തിപ്പിടിച്ചു. അവൻ തൻ്റെ മുഖം അവളുടെ പാദങ്ങളിൽ അമർത്തി പൊട്ടിക്കരഞ്ഞു. എനിക്ക് മാപ്പ് തരുമോ ദിവ്യ? അവൻ വിങ്ങി പൊട്ടി. ഞാൻ ഒരു വലിയ പാപിയാണ്. ഈ 4 കൊല്ലം നിന്നെ ഞാൻ കാണാതെ പോയി. പക്ഷെ സത്യം ദൈവത്താണ് ദിവ്യ. എൻ്റെ ഹൃദയത്തിൽ ഇപ്പോൾ നീ മാത്രമാണ്. ദിയയെ സഹായിക്കാൻ പോയത് ഒരു മനുഷ്യത്വത്തിൻ്റെ പേരിൽ മാത്രമാണ്. അവൾ ഇത്ര വലിയ വഞ്ചകയാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞില്ല. അവളോടുള്ള എൻ്റെ പഴയ താല്പര്യം വെറും ഒരു തെറ്റിദ്ധാരണ മാത്രമായിരുന്നു. എൻ്റെ യഥാർത്ഥ പ്രണയം നീയാണ് ദിവ്യ. എനിക്ക് നീയില്ലാതെ ജീവിക്കാൻ കഴിയില്ല. ആനന്ദ് അവളുടെ കാൽക്കൽ കിടന്ന് ഒരു കൊച്ചുകുട്ടിയെ പോലെ അലറിക്കരഞ്ഞു. അവൻ്റെ കണ്ണീര് അവളുടെ പാദങ്ങളെ നനച്ചു. അവൻ്റെ വാക്കുകളിലെ കടുത്ത കുറ്റബോധവും തന്നോടുള്ള ആത്മാർത്ഥമായ പ്രണയവും ദിവ്യ തിരിച്ചറിയുകയായിരുന്നു. 4 വർഷമായി താൻ കാത്തിരുന്ന ആ നിമിഷം. ആനന്ദ് തൻ്റെ മുന്നിൽ സ്നേഹത്തിനായി യാചിക്കുന്ന ഈ നിമിഷം അവളുടെ ഉള്ളിലെ എല്ലാ ദേഷ്യത്തെയും സങ്കടത്തെയും അലിയിച്ചു കളഞ്ഞു. അവൾ പതുക്കെ താഴേക്കിരുന്ന് അവൻ തോളുകളിൽ പിടിച്ചെഴുന്നേൽപ്പിച്ചു.
ആനന്ദിൻ്റെ കണ്ണുകൾ ചുവന്ന് വീർത്തിരുന്നു. ആനന്ദ്, എഴുന്നേൽക്ക്. ദിവ്യയുടെ സ്വരത്തിലെ കടുപ്പമെല്ലാം മാറിയിരുന്നു. ആനന്ദ് അവളെ നോക്കി. പിന്നെ ഒട്ടും വൈകിക്കാതെ അവളെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. ദിവ്യയും അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. രണ്ടുപേരുടെയും കണ്ണീരുകൾ ഒന്നായി ഒഴുകി. ആനന്ദ് അവളുടെ മുഖം കൈകളിൽ കോരിയെടുത്തു. അവളുടെ കണ്ണീർ തുള്ളികളും കവിളുകളിലും നെറ്റിയിലും ചുണ്ടുകളിലും അവൻ അനുരാഗത്തിൻ്റെ പ്രായശ്ചിത്തത്തിൻ്റെ ചുംബനങ്ങൾ കൊണ്ട് മൂടി. എത്രയോ കാലമായി ദിവ്യ ആഗ്രഹിച്ച ആ സ്നേഹമഴയിൽ അവൾ സ്വയം മറന്നു തളർന്നു വീണു. ഇനിയൊരിക്കലും ഞാൻ നിന്നെ തനിച്ചാക്കില്ല ദിവ്യ, എന്നോട് ക്ഷമിക്ക്, അവൻ അവളുടെ കാതുകളിൽ മന്ത്രിച്ചു. സാരല്ല ആനന്ദ്. ദിവ്യ അവൻ്റെ നെഞ്ചിൽ തലവെച്ച് മെല്ലെ പറഞ്ഞു. എനിക്കിനി ഒന്നും അറിയണ്ട. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ, അത് മതി എനിക്ക്. ബാക്കിയെല്ലാം ഞാൻ മറന്നു. അന്ന് ആ രാത്രി 4 വർഷത്തെ അകൽച്ചകൾക്കും മൗനങ്ങൾക്കും വിരാമമിട്ടുകൊണ്ട് അവർ ഒന്നായി മാറി. ചതിയുടെയും വഞ്ചനയുടെയും ഇരുളിൽ നിന്ന് ഇറങ്ങി വന്ന് അവർ സ്നേഹത്തിൻ്റെ പുതിയൊരു പുലരിയിലേക്ക് കണ്ണു തുറന്നു. 5 വർഷങ്ങൾക്ക് ശേഷം കാലം അതിവേഗം മുന്നോട്ടൊഴുകിപ്പോയി. ആ 5 വർഷങ്ങൾ ആനന്ദിൻ്റെയും ദിവ്യയുടെയും ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് കൊണ്ടുവന്നത്. തറവാട്ടു വീടിൻ്റെ തിണ്ണയിൽ ആനന്ദ് തൻ്റെ 3 വയസ്സുള്ള മകൾ അനന്യയെ മടിയിലിരുത്ത് കളിപ്പിക്കുകയായിരുന്നു. ദിവ്യ കയ്യിൽ ചൂട് ചായയുമായി അങ്ങോട്ട് വന്നപ്പോൾ ആനന്ദിൻ്റെ കണ്ണുകളിൽ വിരിഞ്ഞത് അറ്റമില്ലാത്ത പ്രണയമായിരുന്നു. പഴയ മൗനവും സങ്കടവുമെല്ലാം ആ വീട്ടിൽ നിന്ന് പടിയിറങ്ങിപ്പോയിരുന്നു. ഒരു നല്ല ഭർത്താവായും നല്ലൊരു അച്ഛനായും ആനന്ദ് പൂർണ്ണമായും മാറിയിരുന്നു. സാവിത്രിയമ്മയും മകളുടെ വരവോടെ വീട്ടിൽ സന്തോഷവതിയായിരുന്നു. ആനന്ദുമായുള്ള അവസാനത്തെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ദിയയുടെ ജീവിതം പൂർണ്ണമായും തകർന്നു പോയിരുന്നു. അവൾ മുൻ ഭർത്താവിനെതിരെ കൊടുത്ത കേസുകളെല്ലാം കോടതി തള്ളി. മാത്രമല്ല, കുട്ടിയെ സ്വാർത്ഥതയ്ക്കായി ഉപയോഗിച്ചതും കുട്ടിയുടെ സംരക്ഷണം ഏറ്റെടുക്കാൻ സാമ്പത്തികമായും മാനസികമായും ദിയ പ്രാപ്തയല്ലെന്നും നിരീക്ഷിച്ച കോടതി കുഞ്ഞിന് സമ്പൂർണ്ണ അവകാശം ഭർത്താവിന് നൽകി ഉത്തരവിട്ടു. സ്വന്തം കുഞ്ഞിനെ പോലും ഭർത്താവ് കൊണ്ടുപോയതോടെ ദിയ വീണ്ടും തനിച്ചായി. പണത്തോടും സുഖഭോഗങ്ങളോടുമുള്ള അവളുടെ ആർത്തി അടങ്ങിയിരുന്നില്ല. ദിയ ഇപ്പോൾ മറ്റേതോ ഒരു സമ്പന്നമായ പ്രായമായ വ്യക്തിയുമായി ലിവിങ് റിലേഷൻഷിപ്പിലാണ്. എന്നാൽ ആ കുടുംബത്തിലും നിരന്തരം വഴക്കുകളും കേസും കൂട്ടവുമായി കലുഷിതമായ അന്തരീക്ഷത്തിലാണ് അവൾ ജീവിക്കുന്നത്. സ്വന്തം അച്ഛൻ പോലും അവളുമായി ഇപ്പോൾ യാതൊരു ബന്ധവും പുലർത്തുന്നില്ല. ചതിയും വഞ്ചനയും മാത്രം കൈമുതലാക്കിയ ഒരു പെണ്ണിൻ്റെ ജീവിതം അനാഥത്വത്തിലേക്കും അപമാനത്തിലേക്കും കൂപ്പുകുത്തുന്ന കാഴ്ചയായിരുന്നു അവർക്ക് മുമ്പിൽ. ആനന്ദിൻ്റെ ഉള്ളിൽ ദിയോട് ദേഷ്യമോ വെറുപ്പോ ഒന്നും തോന്നിയില്ല. മറിച്ച് ഒരു നേർത്ത സഹതാപം മാത്രം. സ്വന്തം സ്വാർത്ഥത കൊണ്ട് സ്വയം നശിച്ചുപോയ ഒരു സ്ത്രീ. എന്താ ആനന്ദ് ആലോചിക്കുന്നത്? ദിവ്യ അവൻ്റെ അടുത്ത് വന്നിരുന്നു ചോദിച്ചു. ആനന്ദ് ഫോൺ ഓഫാക്കി മാറ്റിവെച്ചു. അവൻ ദിവ്യയുടെ തോളിലൂടെ കൈയിട്ട് അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. കുഞ്ഞനന്യ അവരുടെ മടിയിൽ കിടന്ന് ചിരിക്കുകയായിരുന്നു. ഒന്നുമില്ല ദിവ്യ. ആനന്ദ് അവളുടെ നെറ്റിയിൽ ഉമ്മ വെച്ചു. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം നീയാണെന്ന് ഓർക്കുകയായിരുന്നു. ദൈവം എനിക്ക് തന്ന ഏറ്റവും വലിയ സമ്മാനം. ദിവ്യ അവൻ്റെ നെഞ്ചിലേക്ക് പതിയെ ചാഞ്ഞു. ദുരന്തങ്ങളും കള്ളത്തരങ്ങളും നിറഞ്ഞ ഒരു ഭൂതകാലത്തെ പിന്നിലാക്കി സത്യസന്ധമായ സ്നേഹത്തിൻ്റെ തണലിൽ അവർ തങ്ങളുടെ കുഞ്ഞുമോളോടൊപ്പം സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിച്ചു തീർത്തു. അവസാനിച്ചു. സൂര്യകാന്തി. നിങ്ങൾക്ക് കഥ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. മറ്റൊരു റൈറ്ററുടെ സ്റ്റോറിയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.